ഹലോ, ഞാനിന്ന് ഇവിടെ ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്, അതായത് ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു അവിയലാണ്. അതിന് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പകുതി വെള്ളരിക്ക എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഇത് പടവലങ്ങയാണ്, രണ്ട് വളയം പടവലങ്ങ, ഒരു മുരിങ്ങയ്ക്ക, പിന്നെ ഒരു കൊച്ചു കഷ്ണം ചേന, രണ്ട് ചെറിയ ക്യാരറ്റ്, ഇത് കായ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് വഴുതനങ്ങ. ഇത് ഏകദേശം ഒരു 5-6 പേർക്കുള്ള അവിയലിൻ്റെ കഷ്ണമാണ്. ഇപ്പം നമ്മളെല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണല്ലോ, അപ്പം ഇത് കുക്കറിലുണ്ടാക്കുകയാണ്. ഇത് അരയ്ക്കാനുള്ള അരപ്പാണ്. അരമുറി തേങ്ങ ഇച്ചിരി മഞ്ഞൾപ്പൊടിയായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ജീരകം, 3 പച്ചമുളക്, ഇത് നല്ല എരിയുള്ള മുളകാണ്. 2-3 കഷ്ണം കരിവേപ്പില. പിന്നെ കരിവേപ്പില ഇതിന് നല്ലപോലെ വേണം, അത് ഞാൻ കരിവേപ്പില ഇവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് വേണം, തൈര്, ഉപ്പ്. ഞാൻ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് കുക്കറിൽ ചുറ്റിച്ചെടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടാകുമ്പം നമ്മൾ കുറച്ച് കരിവേപ്പില ഇതിലോട്ടിടും. കഷ്ണങ്ങൾ അച്ചിങ്ങാപ്പയറോ ബീൻസോ ഒക്കെ ഇടാം ഇതിൻ്റെ കൂടെ കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരുന്ന കഷ്ണങ്ങൾ, ഇനി ഈ കരിവേപ്പില ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലോട്ട് ഇടുവാണ്. കരിവേപ്പിലയുടെ കൂടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി അവിടെ എടുത്ത് വെച്ചില്ല, ഇത് കുറേശ്ശെ ഇട്ടാൽ മതി. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, വലിയ എരിവില്ലാത്തത്. അതും ഒരു സ്പൂണ് ഞാനിടും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ്, ബാക്കി നമുക്ക് പിന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. കുക്കറ് നല്ലപോലെ അടച്ചു വയ്ക്കുക. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം തീ അധികം കൂട്ടണ്ട, ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. സ്റ്റീം വന്നു, അപ്പം ഞാൻ വെയിറ്റ് ഇടുകയാണ്. ഇതിൽ ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മളിത് ഓഫ് ചെയ്ത് വെക്കുക. ഈ സമയത്ത് ഞാൻ അരപ്പ് അരക്കട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളിനിയിപ്പം ഈ അരപ്പ് ചേർക്കാൻ പോവുക. അവിയലിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ നല്ലപോലെ അരയുകയും വേണ്ട, എന്നാൽ തോരൻ്റെ പാകമല്ല. തോരനെക്കാട്ടി കുറച്ചുകൂടെ അരയണം. നമ്മൾ അരപ്പെല്ലാം ഇതിലോട്ടിട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. വെള്ളം ഒട്ടും ഒഴിച്ചില്ലെങ്കിലും ഒരു തരി വെള്ളം ഊറി വന്ന് കാണും. ആ വെള്ളത്തിലോട്ട് ഈ അരപ്പും ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി ചേർക്കുക. ഞാൻ നല്ലപോലെ എല്ലാം ഇളക്കി ചേർത്തു. ഇനി ഇതിലോട്ടൊരു 2 സ്പൂൺ തൈര് ചേർക്കുക. തൈര് ചേർത്ത് ഇളക്കിയിട്ട് വേണം നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കാൻ. പുളി കൂടുതലുണ്ടെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർക്കണം. അതുപോലെ ഉപ്പും കുറവാണെങ്കിൽ ഇത് ഉപ്പും ചേർക്കുക. പുളി വേണമായിരുന്നു, ഞാനിപ്പോൾ കുറച്ചുകൂടെ തൈരും ചേർത്തു, ഇച്ചിരി ഉപ്പും ചേർത്തു. ഇനി നമ്മൾ കുറച്ച്
കരിവേപ്പില ഫ്രഷായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇടുക. നിങ്ങൾ വെളിച്ചെണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിക്കണം. അത് ഓപ്ഷനില്ല. നിങ്ങൾക്ക് ആദ്യം ഒഴിച്ചതായതുകൊണ്ട് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഇല്ലെങ്കിൽ ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ചുറ്റിക്കും. വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവിയൽ. അല്ല, നമ്മുടെ കുക്കർ അവിയലൊക്കെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഷ്ണം അരിയുന്നതിന് മുമ്പ് തൊലിയും എല്ലാം ചെത്തി അതിൻ്റെ സീഡ്സും ഒക്കെ കളഞ്ഞു കഴിഞ്ഞേച്ച് കഴുകി അതൊന്ന് വാലാൻ വെക്കണം. എന്നിട്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. അല്ലാതെ നമ്മൾ കഷ്ണം അരിഞ്ഞു കഴിഞ്ഞ് കഴുകരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഒത്തിരി കൂടിപ്പോവും. ഇതിപ്പോൾ പാകത്തിനാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഈ കുക്കർ അവിയൽ ഉണ്ടാക്കി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ആളുകൾ കൂടുകയാണെങ്കിൽ സാധനം അതിനനുസരിച്ച് കൂടുതൽ എടുക്കുക. ഏത് കഷ്ണങ്ങൾ വേണം. എൻ്റെ കയ്യിൽ കുമ്പളങ്ങ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കുമ്പളങ്ങ ചേർക്കാമായിരുന്നു, അച്ചിങ്ങാപ്പയർ ചേർക്കാം. അങ്ങനെ ഏത് കഷ്ണങ്ങളും ഇതിൻ്റെ കൂടെ ഇടാം നമുക്ക്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.